വളരെ കുട്ടിക്കാലം മുതലേ പാട്ടുകളോട് താല്പര്യവും പാട്ട് കേൾക്കാൻ ആഗ്രഹവും പാട്ട് കേൾക്കാനുള്ള അവസരങ്ങൾ ഒട്ടും കൈവിടാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ എൻ്റെ ഇപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടല്ല, 10-25 കൊല്ലം മുമ്പ് ഞാൻ വളരെ കുഞ്ഞായിരുന്ന കാലത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ ആദ്യം വരുന്ന ഒരു പാട്ട്, അന്ന് മലയാളത്തിൽ അങ്ങനെ പാട്ടുകളൊന്നും കേൾക്കാൻ അവസരങ്ങളില്ല. നമ്മുടെ അടുത്ത് എവിടെയോ ഒരു പാട്ട് കേട്ട ഓർമ്മയാണ് എനിക്കത്. ഹിന്ദി പാട്ടാണ് അത്. അതിൻ്റെ സിനിമ ഏതൊന്നും എനിക്കിങ്ങനെ ഓർമ്മയില്ല. സുഹാനി അത്രയാൻ പാടും. जाने तुम कब आओगे, सुहानी रात ढल चुकी, न जाने तुम कब आओगे. ഈ പാട്ട് കേട്ട് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷേ ഒരു വർഷത്തിന് ശേഷം, അല്ല 2 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഈ പാട്ട് കേട്ടു. പക്ഷേ ആ പാട്ടെന്ന് പാടിയിരുന്നത് മലയാളത്തിലാണ്. അന്നത്തെ കാലത്തൊക്കെ നമുക്കൊരു സംഗീത സംവിധായകനോ മലയാളത്തിലേക്ക് മാത്രമായിട്ടുള്ള സംഗീത സംവിധാനം ചെയ്ത് പാട്ടുകൾ ഉണ്ടായിട്ടില്ല. ഹിന്ദിയിലെയും തമിഴിലെയും ഒക്കെ പാട്ടുകളുടെ ട്യൂൺ അനുകരിച്ച് മലയാളത്തിൽ കവിത എഴുതി അത് സിനിമയിൽ പാടി. അങ്ങനെയായിരുന്നു അന്ന് അഭയദേവും തിരുനൈനാർ കുറിച്ചിയും ഒക്കെ മലയാള സിനിമാ പാട്ടുകൾ ഉണ്ടായിരുന്നു. ഇതേ പാട്ടിൻ്റെ ഇതേ ഈണത്തിൽ ഒരു മലയാളം പാട്ടുണ്ട്. അകാലെയാരും കൈവിടും, നീ താനേ നിൻ സഹായം. അകാലെയാരും കൈവിടും, നീ താനേ നിൻ സഹായം. പക്ഷേ 1954 മലയാള സിനിമയിലെ ചരിത്ര സംഭവമായ നീലക്കുയിൽ റിലീസാകുകയാണ്. അന്നേക്ക് പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ കിട്ടിയ ആ സിനിമയിൽ മലയാളത്തിൽ പിൽക്കാലത്ത് വളരെ പ്രസിദ്ധരായ രാമോ കാര്യാട്ടും പി ഭാസ്കരനും സംവിധാനം ചെയ്യുകയും എ വിൻസെന്റ് ക്യാമറ ചലിപ്പിക്കുകയും പ്രഗത്ഭ നടനായ സത്യൻ നായകവേഷത്തിൽ അഭിനയിക്കുകയും ചെയ്ത നീലക്കുയിലാണ് ആദ്യമായിട്ട് ഒരു മലയാളി സംഗീതം ചെയ്ത, സ്വതന്ത്രമായ സംഗീത സംവിധാനം നിർവഹിച്ച, സ്വതന്ത്ര സംഗീതത്തോടു കൂടിയുള്ള ഗാനങ്ങളുണ്ടായത്. നീലക്കുയിലിലെ ഗാനങ്ങൾ ഒരു പ്രായം കഴിഞ്ഞ പ്രായത്തിലെത്തിയ ആളുകൾ ആരും ഒരു കാലത്തും അവർ നാവിൻ തുമ്പിൽ നിന്ന് മറന്നു പോകാത്ത, ഇപ്പോഴും നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ നമ്മുടെ തനതായ സംഗീതത്തിൽ കെ രാഘവൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്ന, സംഗീത പ്രേമികളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ് മെഹബൂബ് ഭായിയുടെ പാട്ടാണ് നമ്മളിപ്പോൾ ഈ സിനിമയിലെ ഗായകൻ ബാബുരാജിൻ്റെ ആരംഭം. 1960 ഉമ്മ എന്ന് പറയുന്ന സിനിമയിലൂടെ ബാബുരാജിൻ്റെ വളരെ പ്രസിദ്ധമായ ഗാനങ്ങളും അതിവിശിഷ്ടമായ ഒരു ചലച്ചിത്രവും, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലത്ത് ഒരു വലിയ ചലച്ചിത്ര സംസ്കാരം തന്നെ ആരംഭിക്കാൻ, അല്ലെങ്കിൽ സിനിമ കാണാൻ ജനങ്ങളെ ഏറെ പ്രേരിപ്പിക്കുകയും ചെയ്ത, ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് തവണ കണ്ടു മറന്ന ഉമ്മ എന്ന് പറയുന്ന സിനിമയുടെ പേര് തന്നെ ഉമ്മ സിനിമ എന്നായിരുന്നു. പലരും അത് ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ഉമ്മ സിനിമയിലെ ഒരു പാട്ട്. കണ്ണിന്റെ കടവിലെടുത്ത കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാടു ഭരിക്കണ സുൽത്താനുണ്ട്, പാടിയാടി നാടു വാഴണ സുൽത്താനുണ്ട്, ഒരു സുൽത്താനുണ്ട്. എൻ കരളിന്റെ കഥകു തുറന്ന കാണുന്ന പൂങ്കാവിങ്കൽ മാണിക്യ മണിയറ തന്നിൽ റാണിയൊന്നുണ്ട്, നാണമോടെ വീണമീട്ടണ റാണിയൊന്നുണ്ട്, മധുവാണിയൊന്നുണ്ട്. എൻ കണ്ണിന്റെ കടവിലടുത്ത കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാടു ഭരിക്കാൻ സുൽത്താനുണ്ട്, പാടിയാടി നാടു വാഴണ സുൽത്താനുണ്ട്, ഒരു സുൽത്താനുണ്ട്. 1965 മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ
ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ചെമ്മീൻ. ആ സിനിമയിലെ സംഗീത സംവിധായകൻ മലയാളി ആയിരുന്നില്ല. പക്ഷേ മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രം സംഗീതം നിർവഹിച്ച ഏതാനും ഗാനങ്ങൾ നമ്മളെ ഓരോരുത്തരും തലമുറയായി കൈമാറിയ അതിലെ ഏറെ ഗാനങ്ങൾ സലീൽ ചൗധരി എന്ന ബംഗാളി സംഗീത സംവിധായകൻ ചിട്ടപ്പെടുത്തിയതാണ്. ഈ സിനിമയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ് കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ. ഈ പാട്ട് പാടിക്കഴിഞ്ഞ് അതിലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചന്ദന തോണിയേറി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, ചന്ദന തോണിയേറി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, വെണ്ണീല പൊയ്കയിലെ വാവും നാളിലെ പൊൻപൂമീനിനെ കൊണ്ടുതരാമോ? പാതിര പന്തലിൽ പഞ്ചമി തളികയിൽ ദേവകന്യകമാരുടെ ഓമൽ പൂത്താലി തരാമോ? കടലിനക്കര പോണോരേ കാണാ പൊന്നിന് പോണോരേ, കടലിനക്കര പോണോരേ കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും? 14 രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ? ഈ പാട്ടിനെ പറ്റി ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം, കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും എന്നൊക്കെ പാടുന്നത്, ഈ പാട്ട് പുരുഷസ്വരത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതിൻ്റെ ലിറിക്സ്, അതിൻ്റെ കവിത, നമ്മൾ ആ കവിതയുടെ അർത്ഥം ആലോചിക്കുമ്പോൾ ഒരിക്കലും ഒരു വള കൊണ്ട് തരാമോ, അങ്ങനെയുള്ള നിധി കൊണ്ട് തരാമോ എന്ന് ചോദിക്കുന്നതല്ല. അതൊരു സ്ത്രീ ശബ്ദത്തിൽ പാടേണ്ട പാട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നും. എനിക്ക് ആ സംശയം തോന്നിയിരുന്നു. പിന്നീട് ഞാൻ സിനിമയിൽ പരിചയമുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ പാട്ട് ലതാ മങ്കേഷ്കറിനെ കൊണ്ട് പാടിക്കാനിരുന്ന പാട്ടാണ്. പടത്തിൽ ഷീല പാടി അഭിനയിക്കേണ്ട രംഗവുമാണ്. അന്ന് യേശുദാസ് ലതാ മങ്കേഷ്കറിന് വേണ്ടി ട്രാക്ക് പാടിയതാണ്. പക്ഷേ ലതാ മങ്കേഷ്കറിന് ആ പാട്ട് പാടാൻ സാധിക്കാതെ വരികയും പടത്തിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കേണ്ടി വരികയും ചെയ്തപ്പോൾ ആ സിനിമയിലെ ഗാനം യേശുദാസ് പാടിയത് ആ പട്ടതിനെ ഉപയോഗിക്കുകയും മധുസാറിന് വെച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഈ സിനിമയുടെ പാട്ടുകളുടെ പിന്നിലുള്ള കഥകൾ നമുക്ക് പലപ്പോഴും നമുക്കറിയില്ല. പാട്ട് കേൾക്കുന്നത് മാത്രമാണ് നമുക്ക് ഓർമ്മ വരിക. യേശുദാസിന്റെ വരവിന് ശേഷം നമുക്ക് മറ്റൊരു ശബ്ദം പിന്നീട് ഉണ്ടായത് വളരെ കാലം കഴിഞ്ഞിട്ടാണ്. അത് ആദ്യമായിട്ട് ഞാൻ മറ്റൊരു ശബ്ദത്തിലൊരു പാട്ട് കേൾക്കുന്നതിന് ജയചന്ദ്രന്റെ ശബ്ദത്തിലാണ്. ജയചന്ദ്രൻ കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയിലാണ് ആദ്യത്തെ ഗാനം ആലപിക്കുന്നത്. അതൊരു യുഗ്മഗാനമാണ്. ഒരു മുല്ലപ്പൂമാലയുമായി എന്ന് പറഞ്ഞ് ജയേന്ദ്രൻ ആദ്യമായി റെക്കോർഡ് ചെയ്ത പാട്ട് അതാണ്. പക്ഷെ ആ പാട്ടിൻ്റെ അന്നത്തെ നായകന്മാരിൽ പ്രമുഖന്മാരാരും ചുണ്ട് ചലിപ്പിച്ചിരുന്നില്ല. ആ പാട്ടിന് ചുണ്ട് ചലിപ്പിച്ചത്, അല്ലെങ്കിൽ ആ പാട്ട് സിനിമയിൽ പാടി അഭിനയിക്കുന്നത് പ്രഗത്ഭനായ സ്വഭാവ നടൻ ശ്രീ നെല്ലിക്കോട് ഭാസ്കരനായിരുന്നു പിൽക്കാലത്ത്. പക്ഷേ ജയേന്ദ്രൻ ആ പാട്ട് അന്ന് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കളിത്തോഴൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അദ്ദേഹം 2 പാട്ടുകൾ പാടി. ആ സിനിമയാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ജയേന്ദ്രൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയാവുന്നത് കുഞ്ഞാലിമരക്കാരാണെങ്കിലും നമ്മൾ ആദ്യം കേൾക്കുന്നത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, താരുണ്യം തന്നു, അങ്ങനെ ആ 2 പാട്ടുകളാണ്. പക്ഷേ ജയേന്ദ്രൻ്റെ ഒരു പാട്ട് ഞാനെപ്പോഴും ഈ മുഹമ്മദ് റഫിയുടെ പല പാട്ടുകളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അനായാസേന പാടുന്നതാണ്. അദ്ദേഹം ഒരുപാട് സ്ഫുടത ഇല്ലാതെ ചില പാട്ടുകൾ രസിച്ചു പാടാറുണ്ട്. പക്ഷേ ജയേന്ദ്രൻ
പാടുന്നത് വളരെ സ്ഫുടമായ പാട്ടുകളാണ്. വളരെ അക്ഷരങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരുത്താതെ വളരെ കൃത്യമായി പാടുന്നതാണ്. പക്ഷേ ഈ സിനിമയിൽ ഈ പാട്ട് ഉദ്യോഗസ്ഥ എന്ന സിനിമയിലെ അനുരാഗ ഗാനം പോലെ എന്ന് പറഞ്ഞ പാട്ട് ജയേന്ദ്രൻ പാടിയിരിക്കുന്നത് മുഹമ്മദ് റാഫിയുടെ ശൈലിയാണ്. പ്രവർത്തിക്കേണ്ട ഒരു ഗായകനായിരുന്നു കമകര പുരുഷോത്തമൻ. അദ്ദേഹം ഒരു പ്രത്യേക ചില പ്രത്യേകം പാട്ടുകൾ മാത്രമേ പാടിയിട്ടുള്ളൂ. പക്ഷേ ഇവർക്കൊക്കെ ശേഷം വീണ്ടും ഒരു പുതിയ ഗായകൻ്റെ ഉദയമാണ് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിൽ 1969 നമ്മൾ കാണുന്നത്. ആ ഗായകൻ പിന്നീട് ഒരുപാട് പാട്ടുകൾ പാടുകയും മലയാളത്തിലെ മൂന്നാമത്തെ ശബ്ദമായി നമ്മൾ അറിയപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യപ്പെട്ട ബ്രഹ്മാനന്ദൻ്റെ അവതാരമാണ് മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. മലയാള സിനിമാ ഗാനങ്ങൾക്കൊരു ക്ലാസിക് ശൈലി യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് പി ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ എല്ലാ ഗാനങ്ങളിലും വളരെ ആധികാരികമായ ശാസ്ത്രീയ സംഗീതം നിഴലിച്ച് കണ്ടിരുന്നു. പിന്നീട് ദേവരാജൻ മാസ്റ്റർ പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എപ്പോഴും ഫീമെയിൽ വോയിസ്, സ്ത്രീ ശബ്ദം എപ്പോഴും പി സുശീലയുടെ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ദേവരാജൻ മാസ്റ്ററുടെ ഈണത്തിൽ പി സുശീല പാടിയ ഒരു പാട്ട് കാറ്റിൽ ഇളം കാറ്റിൽ. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാ